കഴിഞ്ഞ ദിവസം ഒരു കഥ വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ, അയാളുടെ പേഴ്സണൽ ജീവിതമായിക്കൊള്ളട്ടെ, എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ വഴികളിലും അയാൾക്ക് മുഴുവൻ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ട് അയാൾ വേദനയോടെയുള്ള അയാളുടെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുന്നതിനിടയിൽ ഒരു ദിവസം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും കിട്ടാതിരിക്കുകയാണ്. വിശപ്പിൻ്റെ ആധിക്യം മൂലം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഒരുപാട് ദൂരം ഇങ്ങനെ വഴിയിലൂടെ നടന്നു നീങ്ങി അവസാനം ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ അടുത്തെത്തി അദ്ദേഹം ആ ആപ്പിൾ മരങ്ങളിൽ നിന്ന് കുറച്ച് ആപ്പിൾ കട്ട് പറിക്കുകയാണ്. കാരണം അത്രത്തോളം വിശപ്പിൻ്റെ ആധിക്യം മൂലം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ അങ്ങനെ ആ ആപ്പിൾ തോട്ടത്തിൽ കയറി കുറച്ച് ആപ്പിളുകൾ കട്ടെടുത്തിട്ട് തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് ആ ആപ്പിൾ തോട്ടത്തിൻ്റെ ഉടമ ആ വഴി വരുന്നത്. അയാളെ കണ്ട ഉടനെ ഇയാൾ കാട്ടിലേക്ക് ഓടിപ്പോവാണ്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ശേഷം ഇങ്ങനെ വിശപ്പടക്കാൻ പോലും ഒന്നും ലഭിക്കാതെ ആ മനുഷ്യൻ കാട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അയാൾ കാണുന്നത് തൻ്റെ വഴിയിൽ തന്നെ തുറിച്ചു നോക്കി കിടക്കുന്ന ഒരു ചെന്നായയാണ്. ചെന്നായെ കണ്ടപ്പോൾ പേടിച്ചിട്ട് അയാൾ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ചെന്നായക്ക് ജീവനുണ്ട്, അദ്ദേഹത്തെ തുറിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ കാലുകൾ നഷ്ടമായ ഒരു ചെന്നായാണ് അദ്ദേഹം കാണുന്നത്. മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഈ ചെന്നായക്ക് ഭക്ഷണം കിട്ടുന്നത്? ഈ ചെന്നായക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തു കൊടുക്കുന്നത്? കുറച്ച് സമയം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ മറ്റൊരു മൃഗം, ഒരു സിംഹം ഈ ചെന്നായക്ക് അതിൻ്റെ ഭക്ഷണവുമായിട്ട് വരുന്നു. അതിന് ഭക്ഷണം കൊടുക്കുന്നു. ആ ചെന്നായ ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ ആ സിംഹം അതിൻ്റെ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. അയാൾ പതിയെ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് കടുത്ത നിരാശയോടുകൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. കാട് കഴിഞ്ഞ് അയാൾ തൻ്റെ നാടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ മരത്തിന് കീഴിലിരിക്കുന്ന ഒരു വൃദ്ധനോട് ഈ കണ്ട കാഴ്ചകൾ മുഴുവനും പറയുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നു. താൻ പഴം കട്ടുന്നതിനെ പറ്റി പറയുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ആട്ടിയതിനെ പറ്റി പറയുന്നു. ശേഷം എല്ലാം നഷ്ടപ്പെട്ട് ഒരു ചെന്നായുടെ അടുത്ത് നിന്നിട്ട് അതിന് ഈ സിംഹം ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് പോലും പറയുന്നു. അതിനുശേഷം ഈ മനുഷ്യൻ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ കഷ്ടപ്പാട്? കാലുകൾ പോലും ഇല്ലാത്ത ഒരു ചെന്നായ്ക്ക് അതിന് ഭക്ഷണം കൊണ്ടുവന്നു വെക്കാൻ ഒരു സിംഹമുണ്ട് അവിടെ. എൻ്റെ പേര് മാത്രം എന്താണ് ദൈവത്തിൻ്റെ കരുണയുടെ പുസ്തകത്തിൽ ഇല്ലാത്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങളും വേദനകളും മുഴുവൻ ആ വൃദ്ധനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ആ വൃദ്ധൻ ഈ പറയുന്നതെല്ലാം വളരെ സൂക്ഷ്മമായി കേട്ടിരുന്ന് ഒരു പുഞ്ചിരിയോടുകൂടെ ഒരു വാക്യം മാത്രം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അയാൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ എല്ലാവരുടെയും പേരുകളുണ്ട്. എൻ്റെ ഒന്നോ നിൻ്റെ ഒന്നോ ആരുടെയും ഇല്ലാത്തതില്ല. എല്ലാവരുടെയും പേരുകളുണ്ട് അതിൽ. നീ തന്നെ ചിന്തിക്കുക, നീ എന്തിനാണ് ആ ചെന്നായ ആവാൻ ആഗ്രഹിക്കുന്നത്? നീ ആ സിംഹത്തെ കണ്ടില്ലേ? ആ സിംഹം അങ്ങനെ കിടക്കുന്ന ഒരു ചെന്നായ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് മറ്റൊരാളെ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? നിനക്ക് എന്തുകൊണ്ടൊരു സിംഹമാകിക്കൂടാ എന്ന് ആ വൃദ്ധൻ ആ സമയത്ത് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചു പോവാണ്. ആ വാക്യം മാത്രം അയാളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാമൂതിരിയുടെയും മങ്ങാട്ടച്ചൻ്റെയും ഒരു കഥ ഇതേ രൂപത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് കേട്ടാൽ കൗതുകം തോന്നുന്ന ഒരേ ഒരു വാക്യമാണ്. അഥവാ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നു. ഇവിടുത്തെ കുരുമുളകായിരുന്നു പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇവിടുത്തെ കുരുമുളക് കണ്ടിട്ടാണ് അവർ വന്നതും. അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധനമാർഗമൊക്കെ. ഞാനിപ്പോൾ ഇന്ദുബാബൻ്റെ ആനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ മങ്ങാട്ടച്ചൻ സാമൂതിരിയോട് ചോദിക്കുന്നുണ്ട്, പോർച്ചുഗീസുകാർ എന്തിനാണ് ഇവിടെ നിന്ന് ഈ കുരുമുളക് കൊണ്ടുപോകുന്നത്? അതുപോലെ അവിടെ വന്നിട്ട് നമ്മളെ ഭരിക്കുന്നു, ഇവിടെ ഒരുപാട് അക്രമം ചെയ്യുന്നു, എന്തിനാണത്? ഇവർക്ക് കുറച്ച് കുരുമുളകിൻ്റെ തൈ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി നട്ടാൽ പോരെ? വളരെ സ്വാഭാവികമായ സംശയമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലത്തെ ഒരു സംശയമാണെന്ത് മങ്ങാട്ടച്ചനും സാമൂതിരി രാജാവിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് സാമൂതിരി പറയുന്നൊരു മറുപടി ഉണ്ട്. അവർക്ക് ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോകാൻ പറ്റും? കുരുമുളക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇടവപ്പാതി ഒരിക്കലും അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് കേരളത്തിൽ മാത്രം ലഭിക്കുന്ന ആ കാലാവസ്ഥയും ഇവിടുത്തെ മഴയും അതിൻ്റെ ആ ഒരു സൗകര്യത്തിൽ മാത്രമാണ് ഇവിടുത്തെ കുരുമുളകുകൾ വളരുന്നത്. ആ ഒരു ഇടവപ്പാതി ഒരിക്കലും പോർച്ചുഗീസുകാർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ
ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്ലാനുകളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും പേഴ്സണൽ ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുകയോ അതിലേക്കൊന്നും ഞാൻ കടക്കുകയില്ല. മറിച്ച് ഈ ഒരു 2 കഥകളും നമ്മോട് പറഞ്ഞു വെക്കുന്ന ഒരു വലിയ തലമുണ്ട്. അഥവാ നമുക്ക് ആരുടെയെങ്കിലും മനസ്സിൽ ഇതുപോലെ ഒരു ഇടവപ്പാതിയാകാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും പകരമാക്കാനാവാത്ത ഒരു ഇടവപ്പാതിയായിട്ട് നമുക്ക് മറ്റാരുടെയെങ്കിലും ഒരാൾ മനസ്സിലാവാൻ പറ്റുക അയാളുടെ വളർച്ചയ്ക്കും അയാളുടെ എല്ലാ സമ്പത്തിനും അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകൾക്കും പിന്നിൽ നമുക്കൊരു ചെറു തരിയെങ്കിലും അയാളെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു മനുഷ്യായുസ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അത് പല കഥകളിലൂടെയും പല സംഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവും എന്നുള്ളത് കൂടിയാണത്. റോണ്ടി പുഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഉണ്ട് അമേരിക്കയിലും. അദ്ദേഹത്തിൻ്റെ ദ ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു പ്രസംഗം ഭയങ്കര പ്രസിദ്ധമാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിൽ, അഥവാ അദ്ദേഹം അവിടെ പ്രൊഫസറായി കയറി US യൂണിവേഴ്സിറ്റിയിലാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ 20 ഭാഗങ്ങളിലായിട്ട് മാരകമായിട്ട് ക്യാൻസർ പിടിപെടുന്നു. ക്യാൻസർ പിടിപെട്ടിട്ട് അദ്ദേഹത്തിനോട് ഡോക്ടേഴ്സ് പറയാണ്, വളരെ കുറഞ്ഞ കാലം, ഇനി വളരെ കുറച്ച് കാലമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സന്തോഷം നൽകുന്ന കാര്യം അത് മാത്രം ചെയ്യുക. ശരീരത്തിൻ്റെ 20 ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെടുകയാണ്. വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വാതിലുകളെല്ലാം അടയുന്നു. അയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാണ്. സാധാരണയായിട്ട് ഓരോ പ്രൊഫസർമാർ അവരുടെ അവസാനമായിട്ട് റിട്ടയർഡ് ആവുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുക, ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പരിപാടി സംഘടിപ്പിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷമാണ്. ആ സമയത്ത് ഇതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നിട്ട് നടത്തിയ ഒരു പരിപാടി, അതിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ആദ്യം യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ്. ശേഷം അത് പുസ്തകമാകുന്നു. ഈയിടെയായിട്ട് കുറച്ച് മുമ്പ് മലയാളത്തിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ലാസ്റ്റ് ലെക്ചർ. അതിൻ്റെ കാരണവും വളരെ സിമ്പിളാണ്. കാരണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ 42ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ മരണം അദ്ദേഹത്തിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുകളുണ്ടാവും. കാരണം ജീവിതത്തെപ്പറ്റി എന്താണ് അയാൾ ഈ ലോകത്തിന് പറഞ്ഞു വെക്കുന്നത്. US ഭയങ്കര ഫേമസ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രസിദ്ധനായ ഡോക്ടറാണ് റോണ്ടി പുഷ്, അധ്യാപകനാണ്. റോണ്ടി പുഷ് ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞു വെക്കുന്ന അതിൻ്റെ ഏറ്റവും മർമ്മമായ പോയിന്റ് ഇതാണ്: നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഓടുക, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുക. അതേസമയം മറ്റുള്ള ഒരാളുടെ സ്വപ്നത്തിനെങ്കിലും ഒരു തരിയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഓടുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യന് ഒരു താങ്ങാവാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അയാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് എന്ന് റോണ്ടി പുഷ് ആ പ്രസംഗത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പുതിയ വർഷം നമ്മൾക്ക് മുന്നിലേക്ക് വരുമ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തരുന്ന ഒരേ ഒരു വാക്യം അത് തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കൂടി നമുക്ക് പരിഗണിക്കാൻ പറ്റുക, അവരെ കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമായിരിക്കും. ഒരു പുസ്തകം വു വിൽ ക്രൈ വെൻ യു ഡൈ എഴുതിയ റോബിൻ ശർമ്മയുടെ വു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് പുസ്തകം ഉണ്ട്. അതിലൊരു മനോഹരമായ കഥ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കേട്ട അല്ലെങ്കിൽ വായിച്ച കഥകളിൽ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്ന് എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്ന കഥയാണത്. റോബിൻ ശർമ്മ 2 രോഗികളുടെ കഥ പറയാണ്. ഒരു ഹോസ്പിറ്റൽ മുറിയിലേക്ക്, ഒരു വാർഡിലേക്ക് 2 രോഗികളെ പ്രവേശിപ്പിക്കുകയാണ്. ഒരു രോഗി ആദ്യമേ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന സമയത്താണ് ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, മറ്റൊരു രോഗിയെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിരടിക്ക് പോലും മരമായ രോഗം പിടികൂടുക, തല ഒന്ന് ചെരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ കിടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രോഗി കിടക്കുന്നുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു ജനലിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ആണ് ഈ രോഗി കിടക്കുന്നത്. ഈ
രോഗി ഇവിടെ രാത്രിയൊക്കെ ഉറക്കം പോലും ഇല്ലാതെ വേദനിച്ചിട്ട് വേദനയിൽ പൊളഞ്ഞിട്ട് ഇങ്ങനെ കരയുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈ ജനലിൻ്റെ അടുത്ത് കിടക്കുന്ന ആള് അയാൾ ഈ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യും? പുറത്ത് നടക്കുന്ന കഥകൾ ഇങ്ങനെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. ഇപ്പോ പുറത്ത് ഭയങ്കര മഴ പെയ്യാണ്. ഇതേ സമയം പുറത്ത് 2 കമിതാക്കൾ അവരുടെ ആ സിമെന്റ് ബെഞ്ചിൽ ചേർന്നിരിക്കുന്നു. അവരുടെ പ്രണയത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നല്ല മഞ്ഞ് പെയ്യുകയാണ്. പുറത്ത് 2 കുട്ടികൾ ആ മരച്ചുവട്ടിലൂടെ ഓടി കളിക്കുന്നുണ്ട്. തുടങ്ങി പുറത്ത് നടക്കുന്ന ഓരോ കാഴ്ചകൾ ഈ ജനലിന്റെ അടുത്ത് കിടക്കുന്ന രോഗി തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ രോഗിക്ക് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേദനയിൽ ഏറ്റവും വലിയ മരുന്നായിട്ട് ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ കഥകളും മാറാം. സാന്ദർഭികമായിട്ട് നമുക്ക് പറയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മരുന്ന് അത് മറ്റൊരു മനുഷ്യൻ മാത്രമാണ്. അയാളുടെ മറ്റെന്ത് അസുഖമായിക്കൊള്ളട്ടെ, വേദനകളായിക്കൊള്ളട്ടെ, എല്ലാത്തിനും ഏറ്റവും മികച്ച മരുന്ന് മറ്റൊരു മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ രോഗി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇദ്ദേഹത്തിന്റെ രോഗവും അസുഖവും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് ഈ ജനലിന്റെ അപ്പുറത്ത് കിടക്കുന്ന രോഗി ഈ ജനലിന്റെ അടുത്ത് കിടക്കുന്ന രോഗിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യട്ടെ, ആ ജനലിന്റെ അടുത്ത് കിടക്കട്ടെ. നിങ്ങളിപ്പോൾ പുറത്ത് നിന്ന് പറഞ്ഞു തരുന്ന ആ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുറത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ജനലിന്റെ അടുത്തൊന്ന് കിടക്കട്ടെ, എനിക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ജനലിന്റെ അടുത്ത് കിടക്കുന്ന ആൾ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നുണ്ടില്ല, ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് അദ്ദേഹം തർപ്പിച്ച് പറയാണ്. ഉടനെ ഇയാൾക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യമായി. ഇവർ പരസ്പരം സംസാരിക്കാതെയായി. ഇതുവരെ എന്ന് വെച്ചാൽ ഈ ജനലിന്റെ അടുത്ത് കിടക്കുന്ന രോഗി അദ്ദേഹം ക്യാൻസർ രോഗം പിടിപെട്ട് ഏത് നിമിഷവും മരണത്തിലേക്ക് എന്ന പോലെ കാൽ വെച്ചിട്ട് കിടക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം മരണത്തിന്റെ വെപ്രാളപ്പെട്ട് അതിന്റെ വേദനകളിൽ കഴിയുമ്പോൾ ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രോഗി എന്ത് ചെയ്യാണ്? അദ്ദേഹം ഡോക്ടർമാരെ വിളിക്കുകയും പോലും ചെയ്യുന്നില്ല, ഒന്നും അറിയാതെ ഉറങ്ങിയതുപോലെ അഭിനയിച്ചിട്ട് കിടക്കുകയാണ്. അടുത്ത ദിവസം ആ ജനലിന്റെ അടുത്ത് കിടക്കുന്ന രോഗിയുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ ഉണരുന്നത്. അദ്ദേഹത്തിന്റെ ശവശരീരമൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വന്നത് ഏറ്റുവാങ്ങി തിരിച്ചുപോയി. ആ സമയത്ത് അവിടെ ശുശ്രൂഷിക്കാൻ എത്തിയ ഹോസ്പിറ്റലിലെ നഴ്സിനോട് ഈ രോഗി ചോദിക്കുന്നുണ്ട്, ഞാൻ ജനലിന്റെ അടുത്ത് കിടന്നോട്ടെ, എൻ്റെ ബെഡ് അങ്ങോട്ട് മാറ്റുമോ? ആ നഴ്സ് വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ ആ ജനലിന്റെ അടുത്തേക്ക് കിടത്തുന്നുണ്ട്. ഉടനെ ഇയാൾ വളരെ സന്തോഷമാണ്, കാരണം അത്രത്തോളം ആഗ്രഹിച്ച ഒരു സീറ്റായിരുന്നു, ബെഡായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാം, ഇനി മനോഹരമായിട്ട് അയാളുടെ ഈ ഹോസ്പിറ്റൽ ദിവസങ്ങൾ തള്ളി നീക്കാമെന്നായിരുന്നു. അങ്ങനെ ആ ജനലിന്റെ അടുത്തേക്ക് കിടന്ന് അദ്ദേഹം പുറത്തു നോക്കുമ്പോൾ അയാളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കാണുകയാണ്. അവിടെ വലിയൊരു മതിൽ, ഒരു പഴകിയ ഒരു മതിൽ മാത്രമാണ് അവിടെ അദ്ദേഹം കാണുന്നത്. ഉടനെ അവിടെയുള്ള നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ഈ മതിൽ എന്നാണ് ഉണ്ടാക്കിയത്? ആ നഴ്സ് ചിരിച്ചിട്ട് പറയാണ്, അത് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്തുള്ള മതിലാണ്, ഇപ്പൊ ഉണ്ടാക്കിയ മതിലൊന്നും അല്ലാന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നു, എങ്കിൽ ഇവിടെ കിടന്നിരുന്ന രോഗി, ഞാൻ എൻ്റെ വേദനകൾ ഇങ്ങനെ രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ട് വേദനകളിൽ കരയുമ്പോൾ അദ്ദേഹം ഈ ജനലിൻ്റെ അടുത്ത് കിടന്നിട്ട് പുറത്തേക്ക് നോക്കി അവിടുത്തെ കാഴ്ചകൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, എൻ്റെ വേദനകളിലെ വലിയ മരുന്നായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ നഴ്സ് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഒരിക്കലും സാധ്യമല്ല അത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ആ സമയത്ത് ആ നഴ്സ് മറുപടി പറയുന്നു, ആ രോഗി ജന്മന അന്ധനായിരുന്നു. അന്ധനായ ഒരു മനുഷ്യൻ പുറത്തുള്ള പഴകിയ ഒരു മതിലിൽ നോക്കിയിട്ടാണ് ഈ മനുഷ്യന്റെ വേദന അകറ്റാൻ വേണ്ടിയിട്ട് പുറത്ത് നടക്കുന്ന ഇല്ലാത്ത കാഴ്ചകൾ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കിയിട്ട് ആ രോഗിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാളുടെ വേദന ശമിപ്പിച്ചിരുന്നത്. മറ്റൊരാളുടെ വേദനയിൽ ഇതുപോലെ മരുന്നാവാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആയുസ് ഏറ്റവും ധന്യമാകുന്ന ഒരു മുഹൂർത്തം. ഇതുപോലെ 2 രോഗികളുടെ കഥ പറയുന്ന മറ്റൊരു കഥ കൂടെ ഉണ്ട്. 2 രോഗികൾ, അവർ 2 പേരും ഇങ്ങനെ ഹോസ്പിറ്റലുകളുടെ അവസാന നിമിഷം കാത്ത് കിടക്കുകയാണ്. ഒരാൾ വളരെ വലിയ സമ്പന്നനാണ്, ഒരാൾ അതിദരിദ്രനുമാണ്. ഇവർ 2 പേരും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഹോസ്പിറ്റൽ മുറിയാണ്. അവരുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്. അയാൾ ഇടയ്ക്കിടെ ഈ പുസ്തകത്തിൽ ഓരോ ചെറുതെന്തോങ്കിലും എഴുതി വെക്കും. ശേഷം ആ പേജ് കയറിയിട്ട് അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയും. ദിവസവും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് അദ്ദേഹം പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, അത് വലിച്ചെറിയുന്നു. ഈ സമ്പന്നനായ മനുഷ്യന് ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുന്നത്, അതറിയാനൊരാഗ്രഹം. ആ സമയത്ത് ഒരു ദിവസം ഈ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാസ്ക്കറ്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇയാൾ കീറി വലിച്ചെറിഞ്ഞ ആ പേപ്പറുകൾ പൊറുക്കിയെടുത്തിട്ട് വായിക്കുകയാണ്. അയാൾ ആദ്യത്തെ പേജ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഈ ദരിദ്രനായ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അവസാനം അയാൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ വളരെ വലിയ സ്വപ്നങ്ങളായിരുന്ന കാര്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ ആദ്യ പേപ്പർ മാത്രമേ അയാൾ തുറന്നു നോക്കിയതുള്ളൂ. അതിൽ ആദ്യത്തെ വാക്യം ഇങ്ങനെയായിരുന്നു, എനിക്ക് ഒരു ബർഗർ കഴിക്കണം. സമ്പന്നനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആ മരിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ആൾക്ക് ഒരു ബർഗർ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാവാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ വെളിച്ചമാവുക എന്നുള്ളതാണ്. ഇത് ഏത് നിമിഷവും അതായിത്തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിമിയൻ വാർ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യയും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് ബ്രിട്ടീഷ് ഒക്കെ നടക്കുന്ന ഒരു യുദ്ധമാണ്, ഫേമസ് യുദ്ധമാണ് ക്രിമിയൻ വാർ. ആ സമയത്ത് ഈ റഷ്യയിൽ എന്ത് ചെയ്യാണ്, അവിടുത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ ഗവൺമെൻറ് വിളിച്ചു വരുത്താണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, അവരുടെ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തിയിട്ട് അവർ കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ രാജ്യത്തെ അന്ന് ബ്രിട്ടനിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സയന്റിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, റഷ്യയിലെ മുഴുവൻ ആളുകളെയും കൊന്നുകളയണം. റഷ്യയിലെ മുഴുവൻ ആളുകളെയും കൊന്നുകളയുന്ന ഒരു ആയുധം, ഒരു ഉപകരണം നിങ്ങൾ ഉണ്ടാക്കി തരണം. നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് നിങ്ങളുടെ വരാൻ പോകുന്ന 100 തലമുറക്കെങ്കിലും അത്യാഡംബരമായിട്ട് കഴിയാൻ പോകുന്ന ഒരു സംഖ്യ. അത്രയും ഭീമമായ സംഖ്യയാണ് അദ്ദേഹത്തിന് മുന്നിൽ അവർ ഓഫർ വെക്കുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം റഷ്യയിലെ മുഴുവൻ ആളുകളെയും കൊന്നുകളയാൻ പറ്റുന്ന ഒരു ആയുധം നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ശാസ്ത്രജ്ഞൻ ആ ഗവൺമെൻറ് മുഴുവൻ ഇരിക്കുന്ന ആ യോഗത്തിൽ അല്പനേരം ചിന്തിച്ച് ചെയ്തിട്ട് പറയുന്നു, എനിക്കല്പം ആലോചിക്കണം, ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാം. ഗവൺമെൻറ് സമ്മതിക്കുമോ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമയമെടുത്തിട്ട് ആലോചിക്കൂ, എന്നിട്ടൊരു കത്ത് എഴുതിയിട്ട് ഞങ്ങളെ അറിയിച്ചാൽ മതി. അങ്ങനെ ഈ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അയാൾ ഒരു ഒഴിഞ്ഞ പേപ്പറും പേനയും എടുത്തിട്ട് ഒരുപാട് സമയം കാത്തിരിക്കുന്നുണ്ട്, ഞാൻ എന്താണ് പറയേണ്ടത്. അയാൾക്കറിയാം എങ്ങനെ റഷ്യയിലെ മുഴുവൻ ആളുകളെയും കൊന്നുകളയാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള എല്ലാവിധ അറിവും സാധനങ്ങളും അയാളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തിക്കുകയാണ്. ആ സമയത്ത് അയാൾ ഒരു കാഴ്ച കാണുന്നു. അയാളുടെ വീടിൻ്റെ മൂലയിൽ ഉറുമ്പുകൾ അവരുടെ അന്നവുമായിട്ട് അതിൻ്റെ മാളത്തിലേക്ക് പോകുന്ന കാഴ്ച ആ മനുഷ്യൻ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഉറുമ്പുകൾ അവരെക്കാൾ വലുപ്പമുള്ള വലിയ വലിയ അരിമണികളുമായിട്ട് ആ മാളത്തിലേക്ക് ചെല്ലുന്നു. ആ അരിമണി ആ മാളത്തിലേക്ക് കയറ്റാൻ പറ്റാതെ ആ അരിമണി ഇങ്ങനെ ആ മാളത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഉറുമ്പുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന കാഴ്ച ഈ ശാസ്ത്രജ്ഞൻ കാണുകയാണ്. ഉടനെ അയാൾ ആ പേപ്പറിൽ എഴുതി ആ കത്ത് ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുത്തയക്കുന്നു. അദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, ഇതുപോലെയാണ് മനുഷ്യരും. മരണം എന്ന മാളത്തിൻ്റെ മുന്നിൽ അവരന്നേ വരെ നേടിയ എല്ലാ സമ്പത്തും എല്ലാം ആ മാളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് മരണം മാളത്തിലേക്ക് കയറി ഒളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വെച്ച ആ വലിയ പൈസയും ഓഫറും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഇത്രകാലം പഠിച്ച അറിവും എൻ്റെ സയൻസ് നോളജും എല്ലാം ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. റഷ്യയിൽ മുഴുവൻ ആളുകളെയും കൊന്നിട്ട് അത്രയും വലിയ ഭീമമായ സംഖ്യ എനിക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് മൈക്കിൾ ഫാരഡി എന്ന വലിയ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ്റെ കഥയാണ്. തൻ്റെ അച്ഛൻ്റെ 4 മക്കളിൽ 4ാമനായി ജനിച്ച മൈക്കിൾ ഫാരഡി പഠിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം അവിടെ ഉണ്ടായിരുന്ന ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലിക്ക് പോവുകയാണ്. ബുക്ക് ബൈൻഡിങ് ഷോപ്പിലേക്ക് വരുന്ന പുസ്തകങ്ങൾ അത് മാത്രം വായിച്ചിട്ടാണ് ഈ മനുഷ്യൻ അന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ ശാസ്ത്രകാരനായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അങ്ങനെ പഠിച്ചു വളർന്ന ആ മനുഷ്യൻ
അത്രയും വലിയ ഭീമമായ ആ സംഖ്യ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് മുഴുവൻ ആളുകളെയും കൊന്നു പറയാൻ പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖത്തെങ്കിലും വിരിയുന്ന ഒരു പുഞ്ചിരിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഈ പുതുവർഷത്തിൽ നമുക്ക് നൽകുന്ന വലിയ പാഠം ഉണ്ടാകും അതിൽ നിന്നൊക്കെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച പോലെ തന്നെ നമ്മൾ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ പോലും കൂടെയുള്ളവരുടെ മനുഷ്യരുടെ സ്വപ്നത്തിന് കൂടി ഒരു പരിഗണന കൊടുക്കുക, അവർക്ക് ചായാനുള്ള ഒരു തോളെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ഓർക്കുന്ന, കാലം വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന മനുഷ്യർ മുഴുവനും മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിച്ചത് കൊണ്ട് മാത്രമാണ് അവരിന്നും ഓർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സമയം ഒരുപാട് കഥകൾ. വലിയ മനുഷ്യർ സദാ ചിന്തിച്ചിരുന്നത് താഴെ തട്ടിലുള്ള ചെറിയ മനുഷ്യരെ കുറിച്ച് മാത്രമായിരുന്നു. അതിൽ നമുക്ക് ഒരേ ഒരു ഉദാഹരണം, ദക്ഷിണാഫ്രിക്കയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മനുഷ്യൻ, ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും സമ്പന്നനായിരുന്നു, ഒരുപാട് കേസുകൾ വാദിച്ചിരുന്ന വലിയ വക്കീലായിരുന്ന, അഡ്വക്കറ്റായിരുന്ന മനുഷ്യൻ. അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ മനസ്സിലാക്കുകയാണ്, മതി, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, അയാൾ അവിടെ ഉപേക്ഷിച്ചിട്ട് അയാളുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അയാളുടെ നാട്ടിലേക്ക് അദ്ദേഹം കപ്പലിലിറങ്ങി അദ്ദേഹം തൻ്റെ നാടിന് വേണ്ടിയിട്ട് പിന്നീട് ജീവിക്കുകയാണ്. അന്ന് കപ്പലിറങ്ങിയ ആ മനുഷ്യൻ്റെ പേര് മഹാത്മാ ഗാന്ധിജി എന്നാണ്. ഗുജറാത്തിലെ പോർബന്തറിൽ അവിടുത്തെ ദിവാനായിരുന്ന, പ്രധാനമന്ത്രിയുടെ ദിവാനായിരുന്ന മനുഷ്യൻ, രാജകുടുംബത്തിൽ രാജകീയമായി ജീവിച്ചിരുന്ന മനുഷ്യൻ, അന്നത്തെ കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് നിയമം പഠിച്ചിരുന്ന അത്രയും സമ്പന്നനായ മനുഷ്യനാണ് ഗാന്ധിജി. ആ മനുഷ്യനാണ്, അദ്ദേഹം ഒരുപാട് പ്രൊഫഷണലായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, മതി, എൻ്റെ നാടിനിപ്പോൾ എന്നെ ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇവിടേക്ക് വരുന്നു. ശേഷം ഗ്രാമങ്ങളിലൂടെ ചുറ്റിത്തിരിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വഴിത്തിരിവായ ഒരു സംഭവം, അത് വൈഗാ നദിക്കരയിൽ വെച്ചാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ വൈഗാ നദിയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അദ്ദേഹം ആ നദിക്കരയിലൂടെ തൻ്റെ കുറച്ച് ആളുകളുണ്ട്, അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവർ കുളിക്കുന്ന കാണുകയാണ്. അവരവരുടെ സാരി അലക്കുന്നുണ്ട്. അവരവരുടെ സാരി അലക്കിയിട്ട് സാരി മുഴുവൻ അലക്കുന്നു. ശേഷം സാരി ഉണക്കാനിട്ടിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ, പുഴയിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ നഗ്നത മറക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന കാഴ്ച കണ്ട ഗാന്ധിജി കൂടെയുള്ള സ്ത്രീകളോട് അവരുടെ അവസ്ഥ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു. ആ സ്ത്രീ അവിടേക്ക് വന്ന, ഗാന്ധിജിയുടെ കൂടെ വന്ന സ്ത്രീകളോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു സാരി മാത്രമേ ഉള്ളൂ, മാറ്റി ഉടുക്കാൻ എനിക്ക് വസ്ത്രങ്ങളില്ല, അതുകൊണ്ട് ഉണക്കിയിട്ട സാരി ഉണങ്ങിയതിന് ശേഷമേ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കൂ, അതാണ് എൻ്റെ ജീവിതം. ഗാന്ധിജി അപ്പോൾ എടുത്തിരുന്ന മേൽക്കുപ്പായം ഊരിയിട്ട് പുഴയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ സ്ത്രീക്ക്. അവരാ കോട്ടണിഞ്ഞിട്ട് തിരിച്ച് കരയിലേക്ക് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ആ സമയത്ത് ഗാന്ധിജി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എൻ്റെ രാജ്യത്തിലെ ഓരോ മനുഷ്യർക്കും അണിയാൻ വസ്ത്രങ്ങൾ ഉണ്ടാവുന്നത് വരെ ഞാനിനി ഈ ഒറ്റമുണ്ടല്ലാതെ മറ്റൊന്നും ധരിക്കുന്നില്ല. ഏതുവരെ എന്ന് വെച്ചാൽ, ഗാന്ധിജി അവിടുത്തെ അവസാന സത്യാഗ്രഹങ്ങളിൽ കഴിയുന്ന സമയത്ത് ഇന്ത്യയിലെ പല മാധ്യമപ്രവർത്തകരും ഗാന്ധിജിയെ കാണാൻ വരുന്നുണ്ട്. അവരിങ്ങനെ ഗാന്ധിജിയോട് സംസാരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പുറത്തു നിന്ന്, രാജ്യത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഗാന്ധിജിയെ കാണാൻ വരുന്നത്. ആ സമയത്ത് ഈ ഗാന്ധിജിയോട് സംസാരിച്ചിരിക്കുന്ന ജേർണലിസ്റ്റുകൾ പറയാണ്, ബാപ്പു, അവരൊക്കെ കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, ഇവിടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സമർപ്പിക്കാനുള്ള ആള് ഒറ്റമുണ്ടെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നാണത്തോടുകൂടി ഇവർ പറയാണ്, ബാപ്പു, നിങ്ങൾ നല്ലൊരു വസ്ത്രം അണിയണം എന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല കോട്ട് സൂട്ടൊക്കെ ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഗാന്ധിജിക്ക്. പക്ഷേ ഗാന്ധിജി അതേ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ രാജ്യത്തിൽ എല്ലാവർക്കും അണിയാൻ വസ്ത്രങ്ങൾ ഉണ്ടാവുന്ന കാലത്തോളം ഞാൻ ഈ ഒറ്റമുണ്ടല്ലാതെ മറ്റൊന്നും അണിയുന്നില്ല. ഒരു സമരത്തിൻ്റെ സന്ദർഭത്തിൽ ആ സമരം പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുക, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. ചൗരിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഗാന്ധിജി അവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയാൽ സമരം സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകും. പക്ഷെ ഗാന്ധിജിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അത്രയും അവിടെ ജനബാഹുല്യമാണ്. ആ സമയത്ത് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നത് ആനപ്പുറത്താണ്. ആനപ്പുറത്ത് കയറ്റിയിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഗാന്ധിജി ആ ആനപ്പുറത്ത് കയറി പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു, അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളെയും കാണുന്നു.
ആ ഓർമ്മയിൽ ഗാന്ധിജി സത്യന്വേഷണ പരീക്ഷണ കഥയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഈ ഗ്രാമങ്ങളിലാണ്. ഇങ്ങനെ എല്ലാം ഉണ്ടായ, എല്ലാം നേടിയ ഒരു മനുഷ്യൻ, ഗുജറാത്തിലെ പോർബന്ദറിലെ പ്രധാനമന്ത്രിയുടെ ദിവാനായിരുന്നു കരംചന്ദ് ഗാന്ധി, ഗാന്ധിയുടെ പിതാവ്. അത്രയും സമ്പന്നനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നതാണ്. ഒരുപാട് മനുഷ്യർ, ഒരുപാട് പേർ, നമ്മൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നതിൻ്റെ ഒറ്റ കാരണത്താലാണ് ഇന്നും നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഥകളും ഓർമ്മകളൊക്കെ നമുക്ക് ഇതുപോലെ പലരെയും പറ്റി ഇത് പറഞ്ഞു വെക്കാനാവും. ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ 2025 ഇവിടെ അവസാനിച്ച് ഓരോ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യ ദിവസമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് വെക്കുന്നു, മറ്റുള്ളവർക്ക് തണലാവുക, അവരുടെ സ്വപ്നത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്തോ അത് ചെയ്യാനാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ നല്ല കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ സ്നേഹത്തോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു. നമസ്കാരം.